തമ്മിൽ തമ്മിൽ സംസാരിക്കും. അവിടെ ഒരു പദമുണ്ട്, തമ്മിൽ സംസാരിക്കും. തമ്മിൽ സംസാരിച്ചിട്ട് എത്ര നാളായി? അഥവാ തമ്മിൽ സംസാരിച്ച കുരുക്കല്ലേ സംസാരിക്കുകയുള്ളൂ. അറിഞ്ഞോന്നും ചോദിച്ചാ വരുന്നത്. എന്നാ മറ്റേ കാര്യം, ആത്മനിറവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ സംസാരിക്കും. എന്തോ സംസാരിക്കും? ആത്മിക വിഷയങ്ങൾ സംസാരിക്കും. ചിലര് ഒന്ന് രണ്ട് കാര്യത്തിനെ വാ തുറക്കുള്ളൂ. 1, 2 കൂട്ടിക്കെട്ടിന്. പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര തകർപ്പുവാണ്. അതല്ല വിഷയം. തമ്മിൽ തമ്മിൽ സംസാരിക്കണം, ആത്മിക വിഷയം സംസാരിക്കണം. ആത്മനിറവുണ്ടെന്ന് അങ്ങനെ അറിയുന്നു. അതെ, രണ്ടാമത്തെ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. 2 ആത്മനിറവുള്ള വ്യക്തികളുടെ വിശേഷത സംതൃപ്തരായിരിക്കും. ഒരു സംതൃപ്തരാ. ചിലരോട് സംസാരിച്ച് അവര് വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാ പോകുന്നെങ്കിലും അറിയിക്കത്തില്ല. നല്ല തൃപ്തിയോടെ സംസാരിക്കുന്നു. എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. വേറെ എന്തുകൊണ്ട്? ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു. തീച്ചൂളക്കകത്തോടായിരിക്കും പോകുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ ചിലരോട് നിങ്ങൾ സംസാരിച്ചേ, എന്തുകൊണ്ട് അമ്മാമ വിശേഷം? ഓ വിശേഷം. എന്നാലും എന്തുകൊണ്ട്? ഓ ഞങ്ങൾക്കൊക്കെ എന്നാ, നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം? എന്നാലും ഓ ഞങ്ങളിങ്ങനെ ആമ്പൽ പോലെ വെള്ളത്തിൽ പൊങ്ങി 50 കൊല്ലമായിട്ട് ഇതിനകത്ത് കയറിയിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഈ ഓളിലല്ല, പെന്തിക്കോസില്. സംസാരം കേട്ടോ? മോടെ കല്യാണം കഴിഞ്ഞു. ഓ 3-4 പേര് വന്ന് കണ്ടേച്ചു പോയി. ആ ചെറുക്കൻ്റെ ജോലി വല്ലതും ആയോ? ചെറുക്കൻ അവൻ്റെ കാര്യമൊന്നും മിണ്ടാതിരിക്കുന്ന. നിങ്ങൾ ചിലരുടെ സംസാരം ശ്രദ്ധിച്ചു. അച്ചായൻ എന്തിയേ? ഓ നിങ്ങൾ എനിക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ ചിലരെ? അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ട്? ഓ അമ്മച്ചി ആണ്ടകത്ത് കിടക്കുന്നത് ചാവുകയല്ല, കട്ടില് ഒഴിയല്ല. ഇത് കാരണം ഇങ്ങോട്ട് പോകാൻ നോക്കുകയല്ല. പാർശ്വേ പ്രാർത്ഥിയിരു ദൈവഹിതത്തിന് തള്ളയാകാൻ പ്രാർത്ഥിക്കാനായി പറഞ്ഞത്. അത് പിന്നെ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ. ചിലരുടെ സംസാരങ്ങളാണ്. അതെ, അമ്മാമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? ഓ അതിങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുക. എന്നെയും കൊണ്ടേ പോകും, നിന്നെയും കൊണ്ട് തന്നെ പോകും. ഒരു തർക്കവും ഇല്ല. നാവിന്മേല ജീവനും മരണവും. ആത്മനിറവ് പ്രാപിച്ച വ്യക്തി സംതൃപ്തിയോടെ സംസാരിക്കുകയും വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഞാൻ ഉദാഹരണമാണ് നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു. മോടെ കല്യാണമല്ല, അവർക്ക് കല്യാണം ഒന്നുമായാലും 2-3 കൂട്ടർ വന്ന് കണ്ടു. പക്ഷേ ദൈവത്തിന്റെ ഹിതം വേറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അത്ഭുതം ചെയ്യും. മോന് ജോലി വല്ലവ, അവനെ ജോലിയൊന്നും ആയില്ല, പക്ഷെ അവന്റെ മേലൊരു വായ്ത്തത്വം കിടപ്പുണ്ട്. അവൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തലമുറ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അച്ചായൻ എങ്ങനുണ്ട്? അച്ചായൻ കൂട്ടായ്മയ്ക്കൊന്നും വരുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വരാതെ എവിടെ പോകാനാ? ചോദിച്ചു കൊള്ളതെ ആളുകളെ അവകാശമായിട്ട് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് എന്റെ ദൈവം എന്നോട് വായ്ത്തത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു കുളമ്പ് പോലും പട്ടു പോകാതെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും. ഇതാ പറയേണ്ടത്. അമ്മച്ചിക്ക് എങ്ങനുണ്ട്? അമ്മച്ചിക്ക് അല്പ ക്ഷീണമാ, രാവിലെ അല്പ ക്ഷീണമുണ്ട്. പക്ഷെ അമ്മച്ചിയും കട്ടിലേക്ക് കിടന്ന് സ്വോത്രം പറയാ, ഞാനും സ്വോത്രം പറയാ. രാവിലെ എല്ലാ കാര്യവും ക്രമീകരിച്ച് വെച്ചാൽ പോകുന്ന നല്ല പ്രത്യാശയോടെ അമ്മ കിടക്കുക. ഇതൊക്കെയാ പറയണ്ട. അല്ലാതെ തള്ളയെ അവിടെ കിടന്ന് ഇവരെ ആകുകയല്ല. ഈ മുടിഞ്ഞ വീട്ടിൽ വരാൻ ഇടയായെന്ന് അല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവിടെ കിടന്ന് ഇവരാകുകയും അലയ്ക്കുകയും. സാക്ഷ്യത്തിന് മാത്രം പറയാം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ, ഒരു കറക്കൂ കട്ടിലേ കിടന്ന് പിരാക്കും. അതിന്റെ അമ്മാമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? എൻ്റെ സഹോദരി അല്ലെ എൻ്റെ സഹോദര ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഞാനതൊന്നും വകവെക്കുന്നില്ല. ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യും. രാവിലെ സ്തോത്രം പറഞ്ഞും ജോലിയും ചെയ്യും. നല്ല ബലമാതെ. ഇനി അഥവാ പോയാലും ഞാൻ അങ്ങോട്ട് പോകുമല്ലോ. ഇത് ആത്മനിറവുള്ളവന്റെ ലക്ഷണം. അപ്പൊ ആത്മനിറവ് ഒരു വ്യക്തിക്ക് വന്നാൽ അവന് സംതൃപ്തിയാണ്.
ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ സംതൃപ്തിയോടാണോ ചിലർ പറയുന്നത്? എന്നാ പൗലോസ് വളരെ സംതൃപ്തനാണ്. പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഫിലിപ്പിയ സഭ പൗലോസിന് എപ്പപ്രോദസിന്റെ കയ്യിൽ നന്മ കൊടുത്തു വിട്ടു. സ്തോത്രം. അത് സ്വീകരിച്ചെങ്കിലും പുള്ളിയുടെ സാക്ഷ്യമൊക്കെ എന്തോ നല്ല സാക്ഷ്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം. അദ്ദേഹത്തിന്റെ ഈ തിരിച്ച് ലേഖനവും കൊടുത്തു വിട്ടു. അപ്പം പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് സംതൃപ്തിയാണ്, വേണ്ടുന്നതല്ല. നമ്മളോട് അങ്ങനെ ചോദിക്കണം, പാസ്റ്ററെ വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഒത്തിരി കാര്യം ഉണ്ടാകാനുണ്ട് പാസ്റ്ററെ. ഇനിയും കിടക്കുക, വീടിന്റെ പണി തീർന്നിട്ടില്ല, കുഞ്ഞിന്റെ പഠിത്തത്തിന്റെ കാര്യം അവിടെ കിടക്കുന്നു, വസ്തുവിന്റെ ആധാരം ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മുടെ ഇതിലോട്ടൊന്ന് മയക്ക് വന്നാൽ എന്തെല്ലാം വിഷയങ്ങളാണ്. നമ്മൾ പറയുമോ വേണ്ടുന്നതല്ല? നമ്മുടെ ബൈബിള് തുറന്നു നോക്കി, എന്ത് വേണ്ട ലിസ്റ്റ്, അങ്ങാടി മരുന്ന് കുറിച്ച് വെച്ച പോലെ ആ ലിസ്റ്റ്. ആരും നോക്കത്തില്ല എടുത്ത്. കൈ മൈക്കൂടെ തന്നാൽ പിന്നെ പറയേ മുഴുവൻ ലിസ്റ്റാ. സംതൃപ്തി ഇല്ലല്ലോ. ദൈവത്തിന് മഹത്വം. പൗലോസ് പറയുക, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ട് ഇരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് സ്വത്തും ചുറ്റുപാടും ഉള്ളവർക്കും ചിലപ്പോൾ, ഞാൻ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, ഞാനും സാക്ഷിയാണ്. എന്തിനാ വെറുതെ പേരും സ്ഥലവും പറയുന്നത്? ഒരാൾക്ക് കൊടുത്തപ്പോൾ പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ 2 കവർ പാല് മേടിക്കാൻ വളരെ പ്രയാസപ്പെട്ടെന്ന്. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടിരിക്കുകയാണോ അതോ അനക്കമൊന്നുമില്ല? എന്നെ കേൾക്കുന്ന പ്രിയരെ, വിഷയങ്ങളും പ്രശ്നങ്ങളല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരാ. പക്ഷേ ഏൽമനിറവുള്ളവന്റെ ലക്ഷണം അവൻ നല്ല സംതൃപ്തനായിരിക്കും. പൗലോസ് പറയും, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ട് സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. നിങ്ങൾ വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരാ. വിശേഷിച്ച് ഞാൻ അല്പം പേടിച്ചാ നിൽക്കുന്നത് എൻ്റെ അധ്യാപകനായ ജെയിംസ് വർഗീസ് സാറ്. അഥവാ എന്തെങ്കിലും അപാകത പറഞ്ഞാൽ സാറ് ക്ഷമിക്കുമെന്നറിയാം. കുരുളേച്ചൻ പാസ്റ്ററും ഉണ്ട്. മറ്റുള്ളവരെ എനിക്ക് അതുപോലെ തിട്ടമായിട്ട് അവരുടെ വചന ശുശ്രൂഷയും കാര്യങ്ങളും അത്ര അറിയത്തില്ല. അങ്ങനെയുള്ള ആരും ഉണ്ട്, നിങ്ങളോടും കൂടെ അഥവാ എന്തേലും ഉണ്ട് അങ്ങ് പൊറുക്കണം. സ്തോത്രം. സമൃദ്ധിയായിട്ട് ഇരിക്കും. ഇത് പറയുമ്പം കാരാഗ്രഹത്തിൽ കിടന്നോണ്ടാ. നമ്മളാണെ അതാണോ പറയുന്നത്? എന്തെല്ലാം കുരുക്കെഴുതി വെക്കും. മാത്രമല്ല നല്ല തൃപ്തന്. ഇത് പറയുമ്പോൾ തന്നെ ആകെ ഉള്ളത് പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവും കയ്യിലില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മനിറവുള്ളവന്റെ പ്രത്യേകത സംതൃപ്തന. ദൈവത്തിന് മഹത്വം. സംതൃപ്തരാ. നമ്മളെപ്പോഴും സംതൃപ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. തീയിൽ പഴയ പാട്ട് അറിയാവുന്നൊരു ഷാരോ നെഞ്ഞു പോരും. ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നോ, ഇവിടെ വാ. തീയിൽ ഊതിക്കഴിച്ച പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാം ധനികൻ ഇല്ലറിയ. എന്തിനാ ഇതിന്റെ ഓളി വെച്ചിട്ട് കൂട്ടണേ മനമേ. പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാം ധനികൻ ഇല്ലറിയ. എന്തിനാകുലം കലരും നന്മനമേ, എന്തിനാകുലം. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം. നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരീതിൽ അനുദിനം ജയമേ.
ലോകപോരിതിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആട്ടെ, ഞാൻ ആ ഭാഗം അധികം ഇനി സംസാരിക്കുന്നില്ല. ആത്മനിറമുള്ള വ്യക്തിക്ക് ഒന്ന് ആത്മാവിന്റെ ഫലം കാണും, രണ്ട് തമ്മിൽ സംസാരിക്കും, കർത്തനാമത്തെ മഹത്വപ്പെടുത്തും. ആ വ്യക്തിയുടെ വിശേഷത ദൈവനാമം മഹത്വപ്പെടുക, അത്രേ ഉള്ളൂ. Shop most loved oversized t-shirts on Meesho. Download now. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. 16. Ephesians chapter 5 verse 16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും അറിയിക്കാനുള്ള ലഘു സന്ദേശം, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമുക്കെപ്പോഴും അവസരവും സമയവും കിട്ടിയെന്ന് വരികയില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ രീതി പറയാറുണ്ട്, പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടിക്കോണം. പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടില്ല, ചാകാൻ കിടക്കാൻ പറയാ ഒന്ന് പാടിയാ കൊള്ളാം. ഇല്ല, ആരെയും വിളിച്ചൊന്ന്. എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയതാണ്. കഴിഞ്ഞ ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ച ആദരണീയ കർത്തൃദാസൻ പാസ്റ്റർ എം.വി. വർഗീസ് അവർകള് മേക്കാട്ട് ബേവിച്ചാനെന്ന് പഴയ ആൾക്കാർ വിളിക്കും. എന്നെ വലിയ കാര്യമാണ്, എനിക്കും ബഹുമാനമാണ്. അനേകം സൈമൺ സാറിൻ്റെ പാട്ടുകൾ ധാരാളം പാടും. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നിത്തലയിലെ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പമാണ്, ഇപ്പോഴും ചെറുപ്പമാണ്, പിന്നെ ഈ പരുവത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതെ, ഇപ്പോഴും ചെറുപ്പമാണ്. നാളൊരാൾ ചോദിച്ചു 70 ഉണ്ടോ എന്ന് ചോദിച്ചു. ഉരുളച്ചൻ പാസ്റ്റർക്ക് അറിയാം. അപ്പം എന്നെ വലിയ ബഹുമാനമായി എം.വി. വർഗീസ് പാസ്റ്റർ അവർക്ക്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കൂടി പാടുകയൊക്കെ ചെയ്യും. അപ്പം സണ്ണിച്ചായം വിളിച്ച് പറഞ്ഞു, അപ്പച്ചൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേന്ന് ആശുപത്രി ചെന്നു, കണ്ടു. അപ്പം ഇതുമൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, പറയുന്ന കേൾക്കാം, മനസ്സിലാകും. കണ്ണൊന്നും തുറക്കുന്നില്ല, വളരെ പ്രയാസം. അപ്പം ഞാൻ വിളിച്ചപ്പം ശ്വാസം എടുക്കുന്ന കൂടെ മൂളുന്നുണ്ട്. ഞാൻ പറഞ്ഞ അനീഷ് കാവാലമാണ് മൂളി. അപ്പം സണ്ണിച്ചാൻ്റെ വൈഫും മോളും ഉണ്ട്, കാലിഫോർണിയ എന്ന് ചെന്നു. അവർ രണ്ടുപേരോട് പറഞ്ഞു, പാസ്റ്റർ ഒരു പാട്ട് പാടും, സൈമൺ സാറിൻ്റെ പാട്ട്. അപ്പം ഞാൻ കട്ടിലിനടുക്കൽ നിന്ന് പാടി. TMM ഹോസ്പിറ്റലിലാണ്, മുറി ആയതുകൊണ്ട് പാടുന്നതിന് കുഴപ്പമില്ല, തന്നെ എല്ലാവരും ഒക്കെ ആയിട്ട് ഇച്ചിരി അടുപ്പമുള്ളത് കൊണ്ട് പാടി. സന്തോഷമായി. അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ പാട്ട് പാടിയതില്ലേ, എന്നെ കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ. കണ്ണ് തുറന്നു, ചിരിച്ചു. അപ്പോൾ അവരും പറഞ്ഞു സന്തോഷമായി, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാൻ പൊക്കോളാൻ പറഞ്ഞു. കൈകൊണ്ട് കാണിച്ചില്ല, മനസ്സിലായി, പൊക്കോളാം. ദൈവകൃപയാൽ പോന്നു. ദൈവത്തിൻ്റെ സമയമായി ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തി. ഞാൻ എനിക്ക് വന്ന് യാത്രയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ദൈവസന്നിധി ചേർക്കപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം പറയാം, കർത്താവിന് വേണ്ടി പാടുക, സഭയ്ക്ക് വേണ്ടിയല്ല പാടുന്നത്. IPCക്കും ചർച്ച കോഡിനും അസംബ്ലീസ് കോഡിനും വേണ്ടി പാടിയാൽ അവസാനം നിന്നെ ഇട്ടേച്ചവർ പോവും. അവർ പിന്നെ ഒടുവിലൊരു ആശീർവാദം തരും, അത് പറയാനും ആക്കവില്ല, പിന്നെ വേറെ വൈബ്രേഷനില്ല. കർത്താവിന് വേണ്ടി പാടണം, അതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. ആ ഭാഗമല്ല ഞാൻ വിടുകയാ. 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ഇത് ദുഷ്കാലമാകയാൽ സ്തോത്രം. കണ്ണിന് കാഴ്ച കൊള്ളപ്പം ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കണം. കൈയടിക്കാൻ ആക്കുമ്പോൾ മസിൽ പിടിച്ചിരിക്കും, ആരെ വിടുകണ്ടെന്ന് ഓർത്ത്. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിടിവിക്കട്ടെ എന്നാലും അങ്ങ് പറയുക. ഒടുവിൽ മെഡിക്കൽ കോളേജിന്റെ 7ാം നില ആമ്പലിന്റെ വള്ളി പോലെല്ലായിട്ട് കിടക്കുമ്പോഴാണ് പിന്നെ സ്വിച്ച് ഓഫാ വിളിക്കുമ്പോൾ. അങ്ങ് മുകളിൽ മോശ കയറി യോശുവായെ ഒരു പ്രത്യേക സ്ഥലത്ത് ആക്കിയെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, മോശ പർവ്വതത്തിൽ കയറി പ്രമാണം വാങ്ങുക. താഴെ അന്നേരം മോശയെ കാണാഞ്ഞിട്ട് പ്രശ്നമായി. എന്തിനേറെ ഒടുവിൽ കാളക്കുട്ടി ഉണ്ടാക്കി. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കുളുക്കുമെല്ലാം പറിച്ചു കൊടുക്കാൻ പറഞ്ഞ് സഹോദരിമാരും നല്ലതാ ഉള്ളതെല്ലാം പറിച്ചു കൊടുക്കുകയും ചെയ്തു.
ആരാധിക്കാൻ വേണ്ടിയല്ലേ. ചെല്ലു പറഞ്ഞങ്ങനെ ഊരിയിട്ടുള്ള ആരാധന വേണ്ടെന്നാണ്. അല്ല അവിടെ ഊരി. ഇപ്പം നമ്മുടെ ഉപദേശമാര് ചെല്ലു പറയുന്നുണ്ട്, ഊരിയാലും കുഴപ്പമില്ല, ഊരിയില്ലെങ്കിലും നാട്ടിൽ വെച്ച് നന്നായിട്ട് ഊറണമെന്ന് പറഞ്ഞ ആളാ. ഇവിടെ വന്നപ്പോൾ പ്ലേറ്റ് തിരിച്ചു. ഊരിയാലും കുഴപ്പമില്ല, ഊരിയില്ലേലും കുഴപ്പമില്ല. എനിക്ക് ആംഗലേയ ഭാഷ വശമില്ല. ഇപ്പം പറഞ്ഞ ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? പിള്ളാച്ച തെറ്റിയോ? ആസ് യു ലൈക്ക്. അതേലും കറക്റ്റ് ആയല്ലോ. പിന്നെ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ താളസ് വരെ വന്നതല്ലേ. ഇവരെ ഊരാൻ പറഞ്ഞപ്പോ ഊരി. അതിലും എനിക്ക് സന്തോഷം. അകരോനാണ് പുള്ളി ഇതെല്ലാം കൂടെ മേടിച്ചു മുങ്ങിയില്ലല്ലോ. ഈ പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ചേ. അല്ല, അങ്ങനെ മുങ്ങുന്നവരുണ്ടല്ലോ, മുങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ അല്ലേ പറയാം, എന്റെ കുണുക്ക് താച്ചാ, എന്റെ കുണുക്ക് താ ആട്ടെ. പുള്ളി ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തിയെന്ന. ചുരുക്കി പറഞ്ഞാൽ കാളെ കണ്ടപ്പോ ജനവിളകെന്ന് കണ്ടപ്പോ അകരോനിളകി, മുഴുവൻ ഇളക്കവാ. നല്ലൊരു കാള്, 10 ദൈവങ്ങളിൽ ഒന്ന ആ കാള, വിശുദ്ധ കാള, മിസ്രയീമിന്റെ ലക്ഷണമൊത്തൊരു കാള. നല്ലൊരു വാലും 4 കാലും 2 കൊമ്പും മത്തകവും അടിച്ചു പരത്തി പോയി. അകത്ത് കാളയുണ്ടെന്ന്. അകത്ത് പടമുള്ളത് കൊണ്ടല്ലേ വരയ്ക്കുന്നേ. അകത്തുണ്ട്. കാളെ കണ്ടപ്പോൾ ജനവിളകി. അവിടെ വായിക്കുന്ന ജനവിളകി, ജനം കാളയ്ക്ക് യാഗം അർപ്പിക്കുകയും കാളെ നമസ്കരിച്ചു. അഹരോൻ അത് കണ്ടാറേ, അങ്ങനെ അടിച്ചേക്കുന്നത്. അഹരോൻ അത് കണ്ടാറേ അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം അങ്ങ് പണിതു. എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ എഴുന്നേക്കാനും തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റെന്നാണ്. ഭയങ്കര മേളം. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും വരുന്ന കളിപ്പാൻ എഴുന്നേറ്റെന്ന മലയാളത്തില്. തമിഴ് ബൈബിളിൽ വിളയാടാൻ എഴുന്നേറ്റെന്ന. വിളയാടാൻ അതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ ആരാധനയും വർഷിപ്പും ചാട്ടവും ബഹളവുമായി നാടൻ ഭാഷ പറഞ്ഞ എൻ്റെ രീതി പറയാം. ആരാധന മൂത്തപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. വിശ്വന്നോ? പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 25-ാം വാക്യമായിരുന്നു 32-25. പെട്ടെന്ന് വായിച്ചു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അകരോനവരെ അടിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടു. അപ്പൊ മലയാളത്തിൽ ഹാസ്യമായെന്നും കെട്ടടിച്ചൊന്നും അടിച്ചുവിട്ടെന്ന. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്കും അറിയാം, തമിഴ് ബൈബിളിൽ കിടക്കുന്നത് നിർവാണമായി ഇരിക്കരുത് എന്നാണ്. ഉള്ളച്ചൻ മാഷക്ക് ദീർഘവർഷം മദ്രാസ് വേല ചെയ്തുകൊണ്ട് തമിഴ് വശമാണ്. അങ്ങനെ ഈ തമിഴിൽ അങ്ങനെ. ഇംഗ്ലീഷിലെ ഏതോ ഒരു പരിഭാഷയില് നേക്കടെന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കൊടുത്തിരിക്കട്ടെ വായി. അതിൽ കൺവെൻഷന് 2 ഇംഗ്ലീഷ് ഇരിക്കട്ടെ. 32-ന്റെ 25. 32 verse. അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പറയണ്ടെങ്കിൽ And when Moses saw that the people had broken loose, for Aaron had let them break loose to the ഞാൻ പറഞ്ഞത് തന്നെയാണോ destiny of their enemies. അതിനകത്ത് അങ്ങനെ നേക്കട്ടെന്നാണ്. കണ്ട് ഇങ്ങോട്ട് കൊടുക്കും. And when Moses saw that the people were naked, എനിക്ക് അത്രയും കിട്ടിയാൽ മതി. 2 a.m. leakage worry stealing your sleep. That's why stay free secure nights. Tried many XM. അത്രയും കിട്ടിയാൽ മതി. തമിഴ് പറഞ്ഞാൽ തെറ്റും, തെറ്റിയാ തിരുത്തണം. തമിഴിൽ കൊടുത്തിരിക്കുന്നത് ജനങ്ങൾ തങ്ങൾ പകൈവർക്ക് അപമാനപ്പെടുത്തதாக ആരോൺ അവർകളെ നിർവാണമായി ഇരിക്കുന്നതേ. അവർ നിർവാണമായി ഇരിക്കുന്നത് മോശം. തെറ്റിയാ ക്ഷമിക്കണം. സ്തോത്രം. നിർവാണമായി ഇരിക്കുന്നത് എന്നാ. വസ്ത്രമില്ലെന്ന്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഉടുതുണിയില്ലെന്ന്. ആരാധന മൂത്തപ്പം ഇങ്ങനെ വഴിവിട്ട് കെട്ടടിച്ചു വിട്ട് അകരോനെ അടിച്ചു വിട്ടെന്ന്. എടാ, പ്രമാണം കൊടുത്തിരിക്കുന്നത് യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇതിന് ക്രമമുണ്ട്, ചിട്ടയുണ്ട്. എബ്രായർ 9:1 നമുക്ക് മനപ്പാഠമായി. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം, ഇതിന് പ്രമാണമുണ്ട്, ചട്ടമുണ്ട്. പൗലോസ് കൃപാവരങ്ങളുടെ വിനിയോഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന പദം ഉചിതമായിട്ടും ക്രമമായിട്ടും
ഉചിതമായിട്ടും ക്രമമായിട്ടും. ഇംഗ്ലീഷിൽ എങ്ങനെയാ? ഡീസന്റ് ആൻഡ് ഓർഡർലി. തെറ്റിയോ? ഇതെല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും ആയിരിക്കണം. ദൈവത്തിന് മഹത്വം. ഇത് ഉചിതവും പോയി ക്രമവും പോയി ക്രമക്കേടുമായി വരി വിട്ട് കെട്ടടിഞ്ഞ് അടിച്ചു വിട്ടു. മോശ ഇറങ്ങി വന്നപ്പോൾ പാളകത്ത് ഭയങ്കര ബഹളം. മോശ യോശുവായിട്ട് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. യോശുവ പറഞ്ഞു 40 days ഫാസ്റ്റിംഗ് പ്രയറാ. പവർ മീറ്റ്, പകല് പവർ മീറ്റിംഗും വൈകിട്ട് ഫയർ കോൺഫറൻസും. പവറും ഫയറും. ചുരുക്കി പറഞ്ഞ ബഹളമായി. മോശ നോക്കിയപ്പം പറഞ്ഞു, എടാ ഇതെല്ലാം വഴി വിട്ടു പോയി. ഇതാകെ നോക്കിയപ്പം കാളയ്ക്ക് യാഗപീഠം. അഹരോൻ അതിനൊരു യാഗപീഠം പണിതെന്ന ഉൽപ്പത്തി പുസ്തകം വായിച്ച് അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഒന്നാമത്തെ മഹാപുരുഗതൻ കാളയ്ക്കൊരു യാഗപീഠം പണിതു. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കുഴഞ്ഞപ്പോ മോശ എന്റെ ഭാഷ പറഞ്ഞ ആത്മീയ കോപം, അങ്ങനെ പറയുന്ന കുറച്ചുകൂടെ നല്ലത്. ആത്മീയ കോപം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെ. അവിടെ വായിക്കുന്നത്, എന്നാറാ ഈ വാക്യം കേട്ടപ്പോൾ, ഈ കാര്യം കേട്ടപ്പോൾ ലേവ്യരെല്ലാരും കൂടെ മോശയുടെ അടുക്കൽ വന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അവൻ ലേവര് തക്കത്തിൽ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തു. ലേവര് പെട്ടെന്ന് അവൻ മോശയുടെ അടുക്ക വന്നപ്പോൾ മോശ പറയുക, ഒരു കാര്യം ചെയ്തു, കരുണയൊന്നും തോന്നണ്ട, ദയൊന്നും തോന്നണ്ട, വാളെടുത്ത് ഓരോ കൂടാരവാതിലിനും കയറി ഓരോരുത്തരുടെ അടുക്ക ചെന്ന് കാളയ്ക്ക് യാഗപീഠം പണിതവനെ, കാളയെ കണ്ടിളകിയവനെയും കാളയ്ക്ക് അവൻ നമസ്കാരം കൊടുത്തവനെയും കാളയെ വെച്ച് തുള്ളിയവനെയല്ല, എന്റെ ഭാഷ പറഞ്ഞ ഒരറ്റം മുതൽ അങ്ങ് അറിഞ്ഞേക്കാൻ പറഞ്ഞു. ഈ ലേവ്യര് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതിന് കാരണമുണ്ട്. പണ്ട് അപ്പൻ ലേവിയെ പണ്ട് ശാപിച്ചതാ. നിങ്ങൾക്കറിയാം, 147 വയസ്സുള്ള യാക്കോബ് ജരാതര ബാധിച്ച് ശയ്യാവലംബനായി ശരീരമെല്ലാം ചുക്കിച്ചുളഞ്ഞ് മരണത്തോടടുക്കുക. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു പറഞ്ഞു, കൂടി വരാൻ പറഞ്ഞു, ചാകാൻ പോവുക, എന്നാലും ഒന്നിച്ചു കൂടെ, മരിക്കുന്നതിന് മുന്നേ കൂടി വരുവീൻ. അങ്ങനെ 49 വായിച്ചേ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഈ കൂടി വരാൻ പറയാൻ കാര്യം, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല, ഒന്നിച്ച് കൂടത്തില്ല. അതിനൊരു തെളിവ്, അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയെന്ന 38 ഒന്നിച്ചു നിൽക്കുകയല്ല. പിന്നെ 2 ശിമിയോനും ലേവിയും അപ്പന്റെ അനുവാദമില്ലാതെ വടിവാളെടുത്ത് വെട്ടാൻ പോയത്, കൂടുകയല്ല. ഒരുത്തനെ ഇവര് നേരത്തെ പൊട്ടങ്കണറ്റ് താട്ടി, കൂടുകയല്ല. അപ്പനറിയാം ഇവന്മാരെല്ലാം കൂടെ കൂടുകയല്ല. ഞാനെപ്പോഴും പറയും, പണങ്ങരുത്. ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു എന്ത് നല്ലതാണ്. നടക്കുകയില്ല. ക്രിസ്ത്യാനിയെല്ലാം അങ്ങ് പോട്ടെ, ബെന്തിക്കോസുകാരെല്ലാം കൂടെ ഒന്നായിരുന്നു എന്ത് നല്ലതായിരുന്നു. ബെന്തിക്കോസ് ഒത്തിരി ഉണ്ടല്ലോ കോസുകൾ. അസംബ്ലീസ് കോഡ്, IPC, ചർച്ച കോഡ്, ഷാരോന്, നൂണ്ടിയ, അഖിലേന്ത്യ, നാട്ടിലെയാ. ഇവിടുത്തെ വേറെ ഉണ്ട്, ഇഷ്ടമുണ്ട്, ഇഷ്ടം പോലെ. എല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ. ആട്ടെ, IPC-കാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. അല്ല, ചർച്ച കോഡുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. അസംബ്ലീസ് കോഡുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു. ഇത് നല്ലതായിരുന്നു. ഇനിയും കോഡെല്ലാം അങ്ങ് പോട്ടെ, ഒരു സെന്ററിലെല്ലാം ഉള്ളവരെല്ലാം കൂടെ ഒന്നായിരുന്നെങ്കിൽ സെന്റർ എന്ന് നന്നായിട്ട് പോയേനെ. സെന്റർ പോട്ടെ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒക്കുകയല്ല. ലോക്കൽ അങ്ങ് പോട്ടെ, കുടുംബത്തുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്ന ഒന്നിനെ കുടുംബ പ്രാർത്ഥനയെങ്കിലും നടക്കുകയല്ലേ. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് മരിക്കുമ്പോഴെങ്കിലും ഒന്നിച്ചു കൂടട്ടെ. യാക്കോബ് പറയാ, കൂടി വരുവീ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. എന്നിട്ട് പറഞ്ഞു, രൂബേനെ നീ എന്റെ ആദിജാതൻ, രൂബേനെ നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും ശക്തിയുടെ ആദിബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ടവും ബലത്തിന്റെ വൈശിഷ്ടവും വെള്ളം പോലെ തുളുതുമനെ നീ ശ്രേഷ്ഠനാകത്തിൽ. ഇങ്ങനെ തലമുറകളെ വിളിച്ച് ദൂത് പറയുക. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്തോ? 5 ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹചത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന്. അപ്പോൾ അപ്പൻ മരിക്കുന്നതിന് മുന്നേ എന്റെ ഭാഷയെ പറയുക, ശിമയോനെ ലേവിയനെ ഒന്ന് പ്രാഗി അങ്ങ് ശപിച്ചു. ഈ ശിമയോനും ലേവിയും അതൊന്നും വായിക്കണ്ടമ്മേ, ഒക്കെ വീട്ടിൽ പോയി വായിച്ചാൽ മതി.
വായിക്കരുതേ. ഒക്കെ തന്നെ ഇരിക്കുമ്പോൾ വായിച്ച് ബലപ്പെടുകയോ ശക്തിപ്പെടുകയോ. ഞാൻ പറഞ്ഞതേ വായിക്കാവുള്ളൂ. അപ്പൊ ശിമിയോനിൽ ലേവിക്ക് സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് കേറ്. എന്നിട്ട് ഇടയ്ക്ക് ഒരു ദൂത് പറഞ്ഞു. ഈ ശിമിയോൻ ലേവിയും രണ്ടും ഒരു ഗ്രൂപ്പാണ്, ഒറ്റക്കെട്ട. ഇവർ രണ്ടുപേരും ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. എൻ്റെ ശൈലി പറയാം. ചില സഭയിൽ അങ്ങനെ രണ്ടുപേരാണല്ലോ മൊത്തം നിയന്ത്രിക്കുന്നത്. ഏത് പാസ്റ്റർ വരണം, ഏത് പാസ്റ്റർ വരും. ഇപ്പൊ പാസ്റ്റർമാർക്കല്ല ഇന്റർവ്യൂ എടുത്തേച്ചാ പാസ്റ്റർക്ക് പുസ്തകക്രമം അറിയാവും. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? കർത്തൃമേശ നടത്തുമ്പോൾ പെട്ടെന്ന് മുറിക്കണോ പതുക്കെ മുറിക്കണോ? എന്നതാടാ ചുമ്മാ. ആടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാളെ വരുമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് സാഹസക്കാരാ, രണ്ടും ഒരു ഗ്രൂപ്പാ. ഇവരെ ആൾക്കാരെ നിയമിക്കുന്നതും വരുത്തുന്നതും വിടുന്നതും ഒക്കെ ഇവരെ രണ്ടെണ്ണം. ഇവരെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. തലക്കനമുള്ളവരാ ശിമയോനും ലേവിയും. യാക്കോബിന് ലേയായി കൂടി ആദ്യം 4 പിള്ളേരുണ്ടായത്, 2 എണ്ണം കെടാമുട്ടന്മാർ 2. രൂബേന്, ശിമയോന്, ലേവി, യഹൂദ. അത് 2 എണ്ണമാണ്. ശിമയോനും ലേവിയും എല്ലാം നല്ല മിടുമിടുക്കന്മാരാ. എല്ലാം പറയാൻ പറ്റുമോ? മിണ്ടാനൊക്കത്തില്ല. എതിർക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ. ഇവരാ ഇത് മുഴുവൻ 2 പ്രശ്നക്കാരെ ഗ്രൂപ്പാ. ഇവർ ഒരു ബൈക്കേലേ പോവുള്ളൂ. സഭായത്തിന് വന്നാലും അടുത്തടുത്തേ ഇരിക്കുള്ളൂ. 2 കുരുക്കുകാരാ. വന്ന് കയറുമ്പോൾ ഓർക്കും നമ്മുടെ പുള്ളി എവിടെ ആയിരിക്കുന്നെന്ന്. അപ്പം നോക്കും, എന്നാൽ മറ്റേ പുള്ളി കണ്ണ് കാണിക്കും. യോഗം കഴിഞ്ഞ് ഇവർ രാത്രി ഫോൺ ചെയ്യും അന്നത്തെ ശുശ്രൂഷയെ പറ്റി. ഏത് പാസ്റ്ററെ വരുത്തണം, ആരെ വിടണം, ഇതെല്ലാം ഇവർ ഈ 2 എണ്ണമായി മുഴുവൻ വിഷം ഒപ്പിക്കുന്നത്. മിക്ക സഭയിലും ഉണ്ട് ഇതുപോലെ 2 വേഷം. ചിലത്തിൽ 2 അല്ല 5-6 വേഷം. അപ്പൊ ഈ 2 എണ്ണം ശിമിയോനും ലേവിയും. അപ്പൊ തമ്പുരാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഒരു ദൂത് പറഞ്ഞു യാക്കോബിൽ കൂടി. അതിന്റെ ആ 7ാമത്തെ വാക്യം വായിച്ചേ. ഒരു ദൂത് 7. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ട അടുത്ത പദം, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും. നന്നായിട്ട് വായിക്കും. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും. നന്നായിട്ട് വായിച്ചേ. ഞാൻ അവരെ ഈ ചെറിയ ബൈബിൾ കൊണ്ടുവന്നോണ്ടല്ലേ ഈ കുരുക്കെല്ലാം വരുന്നേ. അങ്ങോട്ട് എടുത്ത് കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടി കാണുന്നതല്ലേ, വായിച്ചേ. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും. ഒരു ചെറിയ കുനിപ്പില്ലേ, പകുക്കുകയും. അമേരിക്ക വന്നപ്പോ കുനിപ്പ് മറന്നോ? അമ്മേ കയറി കൊത്തരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം തമ്പുരാൻ യാക്കോബിൽ കൂടി ദൂര് പറയുകയാ. ഞാനവരെ യാക്കോബിൽ പകുക്കും എന്ന് പറഞ്ഞാൽ ദൂര് പറഞ്ഞു. ഇവരൊരു ഗ്രൂപ്പാ, ഇവർ രണ്ടും കൂടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇവർ തമ്മിലാ ഈ കുരുക്കല്ല ഒപ്പിച്ചത്. ഇവന്റെ ഗ്രൂപ്പ് ഞാൻ പൊട്ടിക്കും, 2നെ ഞാൻ പകുക്കുമെന്ന്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ആരെയും പകുക്കാനും പോകണ്ട, തകർക്കാനും പോകണ്ട, ഒതുക്കാനും പോകണ്ട, ഒടുക്കാനും എഴുതിയും കൊല്ലണ്ട, പറഞ്ഞും കൊല്ലണ്ട, ഫോൺ ചെയ്തും കൊല്ലണ്ട. അവൻ തമ്മിൽ ഗുണ്ടകളെ വിട്ട് നീ ചെയ്യേണ്ട കാര്യം പറയാ. നീ മുട്ടയിലിരിക്കണം, മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. നീ മുഴങ്കാലും മേലിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പകിക്കേണ്ടതിന് ദൈവം പകക്കും, മാറ്റേണ്ടതിന് ദൈവം മാറ്റും, ക്രമീകരിക്കേണ്ടതിന് ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദ ലോർഡ്. തമ്പുരാൻ പറഞ്ഞു, ഞാനിതിനെ 2നെയും കൂടെ പകുക്കുമെന്ന് പറഞ്ഞപ്പോ, അല്ല, നിങ്ങൾ സംഖ്യാപുസ്തകം എടുക്കുമ്പോൾ നോക്കിയ പകുത്തല്ലോ. പാളയം അടിച്ചപ്പം 2നെയും 2 പാളയത്തിലാക്കി പകുത്തു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. 2നെയും പകുത്തു. സ്തോത്രം. ദൈവം പകുക്കും. നമ്മൾ പകുക്കാൻ പോയാൽ പ്രശ്നമാണ്. എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം പകുത്തു.